നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ട് സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷൻ തുടങ്ങിയവ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കക്കുറവ്, ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ കൺഫ്യൂഷൻ തുടങ്ങിയവ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാനും അതുപോലെ തന്നെ മൈൻഡ് ഒന്ന് കാം ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രാണായാമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ ഈ പ്രാണായാമം എന്ന് പറയുമ്പോഴേക്കും ഭാസ്ത്രിക പ്രാണായാമ, നാഡീശോധന പ്രാണായാമ, ഭ്രമരി പ്രാണായാമ, ഉജ്ജയി പ്രാണായാമ, അനുലോം വിലോം, അങ്ങനെ പ്രാണായാമങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നാഡീശോധന പ്രാണായാമയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാണായാമം നമ്മൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നാഡീശോധന പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തറയിൽ കാല് മടക്കിയിരിക്കുക. അതുപോലെ ഇരിക്കാൻ പറ്റാത്തവർ ചെയറിലിരുന്ന് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടത് കയ്യിൽ ഈ ചിന്മുദ്ര, ഇതാണ് ചിന്മുദ്ര വയ്ക്കുക. വലത് കയ്യിൽ വിഷ്ണുമുദ്ര വയ്ക്കുക. അപ്പോൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഈ വലത് മൂക്ക് അടച്ചു പിടിക്കുക. വലത് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം ഇടത് മൂക്ക് വഴി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ റിംഗ് ഫിംഗർ കൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്ക് വഴി ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് ആ പുറത്തേക്ക് വലത് മൂക്ക് വഴി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്ക് വഴി ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ഒരു റൗണ്ട് പ്രാണായാമയാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു റൗണ്ട് പ്രാണായാമമാണ്. സാവധാനം നമ്മൾ കണ്ണ് തുറന്നാൽ മതി. അപ്പോൾ ഇതാണ് ഒരു റൗണ്ട് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നാഡീശുദ്ധി എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ നമ്മളെ നാഡിയൊക്കെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നാഡീശുദ്ധി പ്രാണായാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് BP, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ലെവലാക്കാനും, ഇന്നുകൊണ്ട് നമ്മൾ ഡൈജഷൻ പ്രോപ്പർ ആവാനും, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൊക്കെ ബാലൻസ് ആയിട്ട് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് പ്രോപ്പർ ആവാനും, അതായത് നമ്മളെ സ്ലീപ്പ് സൈക്കിൾ നോർമലായിട്ട് വരാനും നല്ലൊരു പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണായാമം എങ്ങനെ ചെയ്യേണ്ടതും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും